ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് 2025 മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനുമാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. 10 മാർക്കിന് 4 ചോദ്യങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു s³ - 3s² + 3. ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദി ഇന്റർവൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫ് നിരീക്ഷിച്ചതിന് ശേഷം ഏത് ഇന്റർവൽ ഇൻക്രീസിംഗ് ഏത് ഇന്റർവൽ ഡിക്രീസിംഗ് എന്ന് പറയാനാണ് ചോദ്യം. ജിയോജിബ്രയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് x³ - 3s² + 3 എന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കുന്നു. x³ - 3s² + 3യുടെ ഗ്രാഫ് വരക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് ബാറിൽ s³ - 3x² then +3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്ററിലല്ല ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രാഫ് ഇവിടെ ഫോം ചെയ്യുന്നു. ഗ്രാഫിക്സ് വ്യൂവിൽ നിങ്ങൾക്ക് ഗ്രാഫ് ദൃശ്യമാകും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ് ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിങ് എന്ന് നിഷ്പ്രയാസം പറയാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വരെ? ഈ ഒരു പോയിന്റ് വരെ, അതായത് -∞ മുതൽ 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓപ്പൺ ഇന്റർവെൽ -∞ 0 എന്നുള്ള ഇന്റർവെൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ശേഷം 0 മുതൽ 2 വരെ അടുത്ത ഇന്റർവെൽ 0 മുതൽ 2 ഓപ്പൺ ഇന്റർവെൽ 0 2 നോക്കൂ നിങ്ങൾ, ഫംഗ്ഷൻ ഇറങ്ങി വരുന്നു, അതായത് ഡിക്രീസിംഗ് ആണ്. ദെൻ 2 to ∞ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. അപ്പോ -∞ 0 increasing 0 to 2 ഓപ്പൺ ഇന്റർവൽ 0 to decreasing to ∞ increasing. ഒരു ടേബിൾ വരച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഈ ആൻസർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയായി. ഇതേപോലെയാണ് എഴുതേണ്ടത്. ഇതുപോലെ ടേബിൾ വരക്കുന്നു. ഇന്റർവെൽസ് ആദ്യം 3 ഇന്റർവെൽസ് ഞാൻ എഴുതി. -∞ 0 0 to 2 ∞. ആ ഇന്റർവെൽ ഫംഗ്ഷന്റെ നേച്ചർ എഴുതുന്നു. ആദ്യത്തെ ഇന്റർവെൽ എന്തായിരുന്നു? ഇൻക്രീസിംഗ്. രണ്ടാമത്തെ ഇന്റർവെൽ ഡിക്രീസിംഗ്. മൂന്നാമത്തെ ഇന്റർവെൽ ഇൻക്രീസിംഗ്. ഓക്കെ, ലെറ്റ് us move to question number 2. Make the distance on x-axis in terms of π/4 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് sin x - cos x ന്റെ ഗ്രാഫ് വരച്ച് മുകളിൽ നമ്മൾ ചെയ്ത പോലെ അത് ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ് ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ് എന്ന് 0 to π എന്ന ഇന്റർവെൽ ചെക്ക് ചെയ്യാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, π/4 എന്ന് x-ആക്സിലെ ഡിസ്റ്റൻസ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം ചെയ്യുക. ഓക്കെ, ഇവിടെ അതിൻ്റെ ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഗ്രാഫിക്സ് വ്യൂവിൽ പോകുന്നു, x-ആക്സിസിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡിസ്റ്റൻസ് അൺടിക്ക് ആണെങ്കിൽ ടിക്ക് ചെയ്യുന്നു. ശേഷം അതിൻ്റെ ഡ്രോപ്പ് ബോക്സിൽ പോയി π/2 സെലക്ട് ചെയ്യുന്നു. 2 എഡിറ്റ് ചെയ്തിട്ട് 4 ആക്കിയിട്ട് മാറ്റുന്നു. അന്നേരം ഇവിടെ π/4 എന്നുള്ള സ്കെയിലിലേക്ക് നമ്മുടെ x-ആക്സിസ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? sin x - cos x ന്റെ ഗ്രാഫ് വരക്കണം. എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക? sin x - cos x എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇൻപുട്ട് ബാറിലാണ് അല്ലേ. sin x - cos x ടൈപ്പ് ചെയ്തു. ഞാൻ പതിവായിട്ട് പറയുന്ന പോലെ ക്യാപിറ്റൽ ലെറ്ററിലല്ല ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. നോക്കൂ, ഗ്രാഫ് നന്നായിട്ട് നോക്കൂ നിങ്ങൾ. ഏത് ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ 0 to 2π വരെ മാത്രം നോക്കിയാൽ മതി. 0 to 2π വരെ ഉള്ള സെക്ഷൻ മാത്രം നോക്കിയാൽ മതി. അവിടെ ഏത് ഇന്റർവെല്ല ഇൻക്രീസിംഗ്? ഇവിടെ ഇങ്ങനെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഏത് വരെ? 3π/4 വരെ. 0 to 3π/4 ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ശേഷം 3π/4 നിന്ന് 7π/4 വരെ എത്തുന്ന സമയത്ത് ഡിക്രീസിംഗ് ആണ്. 3π/4 to 7π/4.
പിന്നെ 7π/4 മുതൽ 2π വരെ വീണ്ടും ഇൻക്രീസിങ് ആ. ഓരോ ഇന്റർവെലും മനസ്സിലായല്ലോ. 0 to 3π/4 ഇൻക്രീസിങ്, 3π/4 to 7π/4 ഡിക്രീസിങ്, 7π/4 to 2π എഗെയിൻ ഇൻക്രീസിങ്. ആൻസർ വൃത്തിയായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇതേപോലെ ടേബിളൊക്കെ വരച്ച് ഇന്റർവലും നേച്ചർ ഓഫ് f(x)ഉം എഴുതി ബ്രാക്കറ്റൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് ആൻസർ എഴുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ 2 മാർക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 2 - s³ -3s² ഗ്രാഫ് വരച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനാ. വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. പുതിയ ഒരു ജിയോജിബ്രയുടെ വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തു. 2 - s³ - 3x² എന്ന ഫംഗ്ഷനാണ് എനിക്ക് വേണ്ടത്. ആ ഫംഗ്ഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. 2 - x³ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യണം. ടൈപ്പിങ്ങിൽ എറർ സംഭവിച്ചാൽ ആൻസറിലും എറർ സംഭവിക്കും എന്നുള്ള കാര്യം മക്കൾ ഓർത്തു വെക്കണം. ഓക്കെ, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ തെറ്റിയേക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ദേ ഇവിടെ ടൈപ്പ് ചെയ്തതിൻ്റെ പേര് ഓൾജിബ്രൈക് വ്യൂവിൽ ദൃശ്യമാകും. 2 - s³ - 3s² അല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ചെയ്യേണ്ട കാര്യം എ എന്നുള്ള ഒരു പോയിന്റ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. എങ്ങനെ പ്ലോട്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്താ നമ്മൾക്ക് മനസ്സിലാവേണ്ടത്? പ്ലോട്ട് ഒരു ഗ്രാഫിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിന്റിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ലൈഡർ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സ്ലൈഡർ ഉണ്ടാക്കണം. മാക്സിമം 5, മിനിമം 5, മാക്സിമം 5 ഒക്കെ ആയിട്ട് ഇൻക്രിമെന്റ് 0.1 ഒക്കെ ആയിട്ട് നമുക്കൊരു സ്ലൈഡർ ഉണ്ടാക്കാൻ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ അല്ലെ. ശേഷം എന്താ ചെയ്യേണ്ടത്? എ എന്നുള്ള പോയിന്റ് ഉണ്ടാക്കി. ഗ്രാഫിലെ പോയിന്റ് അല്ലേ വേണ്ടത്? ഗ്രാഫിന്റെ പോയിന്റിലെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? ഗ്രാഫിലെ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? യെസ്, ഓർഡേർഡ് പെയർ എ കോമ നമ്മുടെ ഫംഗ്ഷന്റെ പേര് എഫ് ആണ്. ഫംഗ്ഷന്റെ പേര് എഫ് തന്നെ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. f(a) എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിലെ ഒരു പോയിന്റ് കിട്ടുകയാണ്. ഓക്കെ, ഈ പോയിന്റിൽ എന്ത് വരക്കണം? ടാൻജന്റ് വരക്കണം. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് കാണണം. ഓക്കെ, ടാൻജന്റ് പെർപെൻഡിക്കുലാർ ലൈൻ ടൂളാണ് ഉണ്ടാവുക. അതെടുക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അവിടെ കഴ്സർ വെച്ച് നോക്കുന്നു. ഒരു പോയിന്റും കർവും സെലക്ട് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോയിന്റ് സെലക്ട് ചെയ്തു. ശേഷം ഈ കർവിലാണല്ലോ നമ്മൾ ടാൻജന്റ് വരക്കുന്നത്. കർവ് സെലക്ട് ചെയ്തു, ടാൻജന്റ് ഫോം ചെയ്തു അല്ലെ. ശേഷം ഈ ടാൻജന്റിനെ നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടാൻജന്റ് ഒന്ന് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടി അതിൻ്റെ കളറ് ഞാനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഓക്കെ, അങ്ങനെ ചെയ്തു ഞാൻ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇനി ഈ ടാൻജന്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഈ ടാൻജന്റ് മൂവ് ചെയ്യിക്കുമ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ടാൻജന്റിന്റെ സ്ലോപ്പ് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓരോ പോയിന്റിനും ഓരോ സ്ലോപ്പ് ടാൻജന്റ് ഉണ്ടാവും അല്ലെ. ആ സ്ലോപ്പ് കാണിക്കേണ്ടതുണ്ട്. ഈ ടൂൾ ബോക്സിലാണ് സ്ലോപ്പ് ഉണ്ടായിരിക്കുക. സ്ലോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്ത് വേണം? ലൈനെ സെലക്ട് ചെയ്യണം. ലൈനിന് മാത്രമല്ലേ സ്ലോപ്പ് ഉള്ളൂ. ആ ലൈൻ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? m = -9. ഈ സമയത്ത് ഈ ഒരു പോയിന്റിൽ 1 എന്നുള്ള പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് -9. എന്താ ഇത്? ഈ കർവിൽ വരച്ച ടാൻജന്റിന്റെ സ്ലോപ്പ് അല്ലേ. എന്താ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് ആണ് അല്ലേ. ഡെറിവേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ -5 നിന്നും ഈ ഗ്രാഫിനെ ഈ ടാൻജന്റിനെ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇവിടെ സ്ലോപ്പിന്റെ സൈൻ എന്താണെന്ന് നോക്കൂ. സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ സൈൻ നെഗറ്റീവ് അല്ലേ. ഇവിടൊക്കെ നെഗറ്റീവ് അല്ലേ, ഇവിടൊക്കെ നെഗറ്റീവ് അല്ലേ. ഏത് വരെ നെഗറ്റീവ് വരുന്നു? ഏത് വരെ നെഗറ്റീവ് വരുന്നു? -2 എത്തുന്നത് വരെ നെഗറ്റീവ് വരുന്നു. -2 0 ആണ്. അപ്പൊ -∞ -2 എന്നുള്ള ഇന്റർവെൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നെഗറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന്. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്രീസിങ് ആ.
ആണ്. ഇനി അടുത്ത ഇന്റർവെല് ഞാൻ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോവാം. കണ്ടോ, പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്ലോപ്പിന്റെ സൈൻ നോക്കൂ നിങ്ങൾ. സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ സൈൻ പോസിറ്റീവ് അല്ലേ? യെസ്, പോസിറ്റീവ് അല്ലേ? ഇവിടെ ഒക്കെ പോസിറ്റീവാ. ഏത് വരെ പോസിറ്റീവാ? യെസ്, 0 എത്തുന്നത് വരെ പോസിറ്റീവ്. അപ്പൊ -2 0 എന്നുള്ള ഇന്റർവെല്ലില് ഡെറിവേറ്റീവിന്റെ സൈൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇൻക്രീസിംഗ് ആണ്. ശേഷം എന്താ സംഭവിക്കുന്നത്? വീണ്ടും നെഗറ്റീവ് ആകുന്നു അല്ലെ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നെഗറ്റീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ആവുന്നു എന്നർത്ഥം. വെരി ഈസി ആയിട്ടുള്ള ലാബല്ലേ, വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ വരച്ച്, ഈ പറഞ്ഞ കാര്യം ഒരു ടേബിൾ വരച്ച് നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഫംഗ്ഷൻ s³ + 2x - 1 ആയിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഗ്രാഫിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്നിട്ടോ അതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ പെക്യൂലിയാരിറ്റി ശ്രദ്ധിക്കുക. എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഗ്രാഫിനെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എന്തായിട്ടാണ് എഡിറ്റ് ചെയ്യേണ്ടത്? ഇതൊക്കെ അങ്ങ് മായ്ച്ചു കൊടുക്കുന്നു. ശേഷം x³ + 2x അല്ലെ? s³ + 2x -1 എന്ന് ടൈപ്പ് ചെയ്തു. s³ + 2x -1 അങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ ദേ ഇവിടെ നോക്കണം, കറക്റ്റ് അല്ലേ ടൈപ്പ് ചെയ്തെന്ന് നോക്കണം കേട്ടോ. നോക്കൂ, ഇവിടെ നോക്കിയാൽ മതി. എന്താ സ്ലോപ്പ് ഓഫ് ടാൻജന്റിന് ഇത് മൂവ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്നത്? എല്ലാ സമയത്തും, സകല സമയത്തും സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താ? പോസിറ്റീവാ, എപ്പോഴും പോസിറ്റീവാ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ഡെറിവേറ്റീവ് പോസിറ്റീവാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആ. മുഴുവൻ സമയത്തും ഡെറിവേറ്റീവ് പോസിറ്റീവാ, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്നാണ് നമുക്കതിന് ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷനാണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ദേ ഇതേപോലെ ടേബിളൊക്കെ വരച്ച് കൃത്യമായിട്ടും വൃത്തിയായിട്ടും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇന്റർവെൽ എഴുതുന്നു, നെഗറ്റീവാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ സൈൻ എന്ന് എഴുതുന്നു, അന്നേരം ഡിക്രീസിംഗ് ആണെന്ന് എഴുതുന്നു. അതേപോലെ അടുത്ത ഇന്റർവെലും ബാക്കിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ബിയുടെ ആൻസർ. ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് എൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് 8 മാർക്കും കിട്ടി കഴിഞ്ഞു അല്ലേ? ഇനി 2 മാർക്ക് എക്സ്ട്രാ. കറക്റ്റ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവസാനത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 2 - 6s³ + 6s² + 5x ടൈപ്പ് ചെയ്യണം. f'(s)ന്റെ ഗ്രാഫ് വരക്കണം. ശേഷം ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ഏത് ഇന്റർവെല്ല് എന്ന് പറയണം. ഓക്കെ, ഞാനൊരു പുതിയ ജിയോജിബ്രയുടെ വിൻഡോ എടുത്തു. ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? വിഷമിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ആ ക്വസ്റ്റ്യൻ അങ്ങ് കോപ്പി ചെയ്യുക. ഓക്കെ, ആ ഫംഗ്ഷൻ അങ്ങ് കോപ്പി ചെയ്യുക. അപ്പം നന്നായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? അത് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യൂബ് അവിടെ വരില്ല. അവിടെ ഒരു ക്യാരറ്റ് നമ്മൾ കൊടുക്കണം. സ്ക്വയർ പവറുകൾ അവിടെ വരില്ല. അവിടെയൊക്കെ ആ പവറിന് വേണ്ട സാധനം കൊടുക്കണം. ബാക്കി ഒന്നും കൊടുക്കണ്ട. എങ്കിലും ലാഭമല്ലേ? ആകെ 2 മാത്രം ടൈപ്പ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ ദൃശ്യമായി. ഇനി എന്താ വേണ്ടത്? f'(x)ന്റെ ഗ്രാഫ് വരക്കണം അല്ലേ? f'(x)ന്റെ ഗ്രാഫ് വളരെ ഈസിയാണ് വരക്കാൻ. എഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഡാഷ് എന്നുള്ളത് എൻ്ററിൻ്റെ തൊട്ട് ലെഫ്റ്റില് ആ ബ്രാക്കറ്റിന്റെ താഴെയായിട്ട് ഡാഷ് ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കുന്നു. അന്നേരം f' ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. f'(s)ന്റെ ഗ്രാഫ് കിട്ടുന്നു. കിട്ടിയത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാട്ടോ. എന്താ -6s³ ഡെറിവേറ്റീവ്? -18s². എന്താ 6s² ഡെറിവേറ്റീവ്? 12x. എന്താ 5x-ൻ്റെത് 5, 2-ൻ്റെത് 0. ഡെറിവേറ്റീവ് കറക്റ്റാ. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, തെറ്റില്ല എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ആരാവശ്യമില്ല. ഇവിടെ നമുക്കറിയാം ആദ്യം ഡിക്രീസിങ്, പിന്നെ ഇൻക്രീസിങ്, പിന്നെ ഡിക്രീസിങ് ആണ് നമ്മുടെ കർവ് എന്നറിയാം. നോക്കൂ, കർവ് നോക്കൂ. ആദ്യം ഡിക്രീസിങ്, പിന്നെ ഇൻക്രീസിങ്, പിന്നെ ഡിക്രീസിങ്. ഓക്കെ, അത് ഞാൻ ഏത് ഇന്റർവെല്ലാണെന്ന് വളരെ കൃത്യമായിട്ട് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് പറയാം. അന്നേരം നമുക്ക് ഫംഗ്ഷന്റെ ഗ്രാഫ് ആവശ്യമില്ല, ഇത് മാത്രം മതി. നോക്കൂ, ഇതിൽ എവിടെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാം. എന്തുകൊണ്ടാ? ഇത് ഡെറിവേറ്റീവിന്റെ ഗ്രാഫാ. അപ്പോൾ നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. എന്താണെന്നറിയോ? x-ആക്സിൽ ഈ ഗ്രാഫ് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ സെക്കൻഡ് ടൂൾ ബോക്സിലെ റൂട്ട്സ് എന്നുള്ള ടൂൾ എടുക്കുക. റൂട്ട്സ് എന്നിട്ട് ഈ കർവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പൊ എന്ത് കിട്ടും എന്നറിയോ? എക്സ് ആക്സിൽ ആ ഗ്രാഫ് എവിടെ മീറ്റ് ചെയ്യുന്നത് എന്ന് കിട്ടും. ഓക്കെ, എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ കേസർ വെച്ച് നോക്കിയാൽ കിട്ടുമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയിൽ പോയിട്ട് നെയിമിൽ നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുക. നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ പോയിന്റ് ദൃശ്യമാകും. വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിക്ക് കാണുന്നതിന് വേണ്ടി അതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇത്, കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് നമ്മുടെ ആപ്ലെറ്റ് കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ 2 പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. 2 പോയിന്റും കണ്ടില്ലേ? ശരി, ഇനി നിങ്ങൾ പറ, -∞ മുതൽ -0.29 വരെ, -∞ മുതൽ -0.29 വരെ നോക്കൂ നിങ്ങൾ. ഈ കർവ് എക്സ് ആക്സിന്റെ താഴെയല്ലേ? -∞ മുതൽ -0.29 വരെ എക്സ് ആക്സിന്റെ താഴെയല്ലേ? കർവ് എക്സ് ആക്സിന്റെ താഴെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ? ആരാ ഈ കർവ്? f' അല്ലേ? f' നെഗറ്റീവാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? -∞ മുതൽ -0.29 വരെ f' നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ്. കണ്ടോ, ഗ്രാഫ് ഡിക്രീസിങ് ആയി വരുന്നത് കണ്ടോ? ഈ ഇന്റർവെൽ ഗ്രാഫ് ഡിക്രീസിങ്. അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ടത്? -∞ -0.29. അന്നേരം f' ചിഹ്നം നെഗറ്റീവാണ്, അതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അടുത്ത ഇന്റർവെൽ ഏതാ? -0.29 മുതൽ 0.96 വരെ. ഇത് 0.96 അവിടെ നോക്കൂ നിങ്ങൾ, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, എക്സ് ആക്സിന് മുകളിലാണ്, അതായത് f' പോസിറ്റീവാ. f' പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അവിടെ എന്താണ്? ഇൻക്രീസിംഗ് ആണ്, f(x) ഇൻക്രീസിംഗ് ആ. ശേഷം അടുത്ത ഇന്റർവെല്, ദാറ്റ് ഈസ് 0.96 ടു ഇൻഫിനിറ്റി. ആ ഇന്റർവെല് ഡെറിവേറ്റീവ് നെഗറ്റീവാ, f'(x) നെഗറ്റീവാ. f' നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആ. എന്ത് ലളിത സുന്ദരമായ അല്ലെ കൺസെപ്റ്റായി ഇതൊക്കെ. ഇത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വളരെ വൃത്തിയായിട്ട് ലാബിൽ നമ്മൾ ചെയ്യുന്നു. നമ്മൾ തിയറിയിൽ പഠിച്ച കാര്യം നമുക്ക് ലാബിലൂടെ മനസ്സിലാകുന്നു അല്ലെ. അപ്പോൾ വളരെ രസകരമാണ് ലാബ്. അതിൻ്റെ കൂടെ നമുക്ക് 40 മാർക്ക് സമ്മാനിക്കുന്നതാണ് ലാബ്. അപ്പം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്റർവെൽ എഴുതുന്നു, f'(ന്റെ ചിഹ്നങ്ങൾ എഴുതുന്നു. അവിടെ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ് എന്നുള്ള രൂപത്തിൽ ഭംഗിയായിട്ട് എഴുതി വെക്കുന്നു. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ സമാപിക്കുന്നു. ഇതോടുകൂടി ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്നുള്ള ഗ്രാഫിലെ ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആൻസർ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലാപ്പുള്ളവര് ലാപ്പിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാത്തവർ പല തവണ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും ലാബ് വളരെ എളുപ്പമുള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.